ഹലോ വിപിൻസെ. അപ്പം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചത്തപ്പച്ച എന്ന് പറഞ്ഞ മൂവീനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് പോവാം. ആദ്യമേ തന്നെ എടുത്തു പറയാം, ഞാൻ പല റിവ്യൂസിലും കണ്ടത് വന്ന ക്യാമിയോ അത്ര ശരിയായില്ല. വന്ന ക്യാമിയോ ഭയങ്കര ബോറായിരുന്നു. ആക്ച്വലി മമ്മൂക്കേനെ കൊണ്ടുവന്ന് അങ്ങനത്തെ ഒരു പൊട്ടത്തരം ചെയ്യിപ്പിക്കേണ്ടായിരുന്നു എന്നൊക്കെയാണ് പലരും പറഞ്ഞത്. ബട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആയിട്ടാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത്. കാരണം പുള്ളിയുടെ ആ ഒരു വാൾട്ടർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ എനിക്ക് ആക്ച്വലി പേഴ്സണലായിട്ട് നന്നായിട്ട് ആക്ച്വലി അത് വർക്കൗട്ടായി നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. പല ഇതും ആക്ച്വലി ഞാൻ റിവ്യൂ വന്നിട്ടാണ് ഞാൻ കണ്ടത്, മൂവി കഴിഞ്ഞ് വന്നിട്ടാണ് കണ്ടത്. അപ്പോൾ പലരും പറയുന്നതിൽ ആക്ച്വലി അത് ഭയങ്കര ബോറായിരുന്നു. സോ എനിക്ക് പേഴ്സണലി നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ആക്ച്വലി ആ മൂവിയിലെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ദെൻ പിന്നീട് പറയേണ്ടത് ഈ 90s WWE ആക്ച്വലി റെസ്ലിങ്സ് ഒക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന നമ്മളെ 90s കിഡ്സ് ഉണ്ടല്ലോ, അവർക്ക് നല്ല രീതിയിൽ ഇത് നമുക്ക് മാച്ച് ചെയ്യാനും ആക്ച്വലി നമുക്ക് ഓരോ സിറ്റുവേഷൻസും നമുക്ക് നല്ല പോലെ നമുക്ക് അത് റെഫർ ചെയ്തെടുക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആക്ച്വലി ഈ മൂവിയിലുണ്ട്. പിന്നെ ഈ മൂവിയുടെ കാസ്റ്റിങ്സാണ് അടുത്തതെടുത്ത് പറയേണ്ടത്. കാരണം ഒരു കൊച്ചുകുട്ടിയുടെയൊക്കെ ഒരു രംഗമൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ എനിക്ക് പേഴ്സണലി ആ കൊച്ചിൻ്റെ കുറേ ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല. എന്നാൽ പോലും പേഴ്സണലി നല്ല രീതിയിൽ എനിക്കത് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. അർജുൻ അശോകൻ്റെ ഒക്കെ ആയിരുന്നാലും നല്ല ക്യാരക്ടറാണ്. ആക്ച്വലി അത് നല്ലപോലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മൂവീനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അത് മൂവി തുടങ്ങുമ്പം മൂവിയുടെ സ്റ്റോറി ഒന്ന് ക്ലച്ച് പിടിക്കാനായിട്ട് ചെറിയൊരു രീതിയിലേക്ക് അത് ആക്ച്വലി പോകുന്നുണ്ട്. പിന്നെ ആ ഒരു ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ മൂവിയുടെ ആ ഒരു രീതി ഭയങ്കര പവർ പാക്ഡ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ നല്ലൊരു കോമഡിയൊക്കെ അതിൽ ആക്ച്വലി വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഫൈറ്റ് സീൻസ് ആയിക്കോട്ടെ, റിങ്ങിൽ ഓരോ ഫൈറ്റ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും നല്ലതായിട്ട് ആക്ച്വലി അത് വർക്കൗട്ട് ആയിട്ടുണ്ട് ഈ മൂവിയിൽ. പിന്നെ നമുക്ക് 90s കിഡ്സിന് നല്ലപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് ഇപ്പം റെസ്ലിംഗ് ഹീറോസിലെ കെയിൻ, ഇപ്പം അണ്ടർടേക്കർ, റാൻഡി ഓർട്ടൺ, അവരുടെയൊക്കെ ഓരോ റെഫറൻസ് നമ്മളെ മൈൻഡിലുണ്ട്. അണ്ടർടേക്കറിന് ഈ റെഫറൻസ് ആണ്, അല്ലെങ്കിൽ ഈ കോസ്റ്റ്യൂമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഓരോ റെസ്ലിങ്സിൻ്റെ ഹീറോസിൻ്റെ ഓരോ നമുക്ക് ആക്ച്വലി നമ്മളെ മൈൻഡിലുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതേ കണക്കുള്ള ഓരോ കോസ്റ്റ്യൂംസ് ആയിരുന്നാലും ഓരോ ഫിഗർ ആയിരുന്നാലും നല്ലതായിട്ട് ഈ മൂവിയിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഈ മൂവിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ വരുന്ന ക്യാമിയോ എല്ലാവരും പറയുന്നത് ഭയങ്കര ഒരു ടൈപ്പ് ഓഫ് ഒരു മൂവിക്ക് ഒരു നെഗറ്റീവ് വേർഷൻ തരുന്നതാണെന്നാണ് എല്ലാവരും പറയുന്നത്. ബട്ട് എനിക്ക് ആക്ച്വലി അത് മൈ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് നല്ലതുപോലെ അത് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് എനിക്ക് നന്നായിട്ട് അത് ഭയങ്കരമായിട്ട് എനിക്ക് കണക്ട് ചെയ്ത് ഭയങ്കരമായിട്ട് എനിക്ക് വാൾട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ എന്താണ് നമുക്ക് ആക്ച്വലി ആ ക്യാമിയോന്ന് തരാൻ പറ്റിയത്, അത് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു ആക്ടറിൻ്റെ അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ എന്ന് എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ആക്ച്വലി കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു തിയേറ്ററിലാണ് ആക്ച്വലി പോയിരുന്നത് കണ്ടത്. അപ്പോൾ എല്ലാവർക്കും കോമഡി ഇതായിക്കോട്ടെ അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും കണക്ട് ചെയ്ത് എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്നതാണ് ആക്ച്വലി ഞാൻ അവിടെ കണ്ടത്. സോ എല്ലാവരും ഇത് മസ്റ്റ് വാച്ചായിട്ട് ഇപ്പം ഫാമിലി ആയിട്ട് പോകുന്നെങ്കിൽ ഒരു അഡൽട്ട് കണ്ടൻസോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ലപോലെ തൃപ്തിയായിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു കിടിലൻ മൂവിയാണ് ആക്ച്വലി ചത്തപ്പച്ച എന്ന് പറയുന്ന ഈ മൂവി. അപ്പം എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ മൂവിയാണ് മലയാളം മൂവീസിനെ അല്ലെങ്കിൽ മലയാളത്തിൽ ഇനിയും നമ്മൾ പ്രോത്സാഹിപ്പിച്ച് ഇതുപോലത്തെ മൂവീസാണ് ഇനി വരണം എന്ന് പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത്രയ്ക്ക് നല്ല രീതിയിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് എനിക്ക് ആക്ച്വലി കണക്ട് ചെയ്യാനും പറ്റി. അപ്പോൾ 90s കിഡ്സിന് ഒരുപാട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. സോ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഇപ്പം ഡോൾബി അറ്റ്മോസ് നല്ല സൗണ്ടുള്ള തിയേറ്ററിലേക്ക് കാണുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. സോ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.